ആറന്മുള മണ്ഡലത്തിലേക്കാണ്. ആറന്മുള മണ്ഡലത്തിൽ 13 ലോക്കൽ ബോഡീസ് ഉണ്ട്. വലിയ മണ്ഡലമാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, ബാക്കി 12 പഞ്ചായത്തും. വളരെ വലിയ മണ്ഡലമാണ് കേട്ടോ ആറന്മുള. ആറന്മുള മണ്ഡലത്തിലെ UDF 59,000 വോട്ട് UDF വലിയൊരു ലീഡ് എടുത്തിരിക്കുകയാണ്. LDF 44,000 വോട്ട്, BJPക്ക് 32,000 വോട്ട്. BJPക്കും പത്തനംതിട്ടയിൽ സ്ട്രോങ് ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. 30,000 കൂടെ വോട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം കൂടെ 20,000 വോട്ട് സ്വതന്ത്രമുണ്ട്. വലിയ മണ്ഡലമാണ്. അതുകൊണ്ട് പറയാം 20,000 പേര് സ്വതന്ത്രമാണ്. അപ്പൊ മെമ്പർമാരെ നോക്കി UDF 103 മെമ്പർമാരുള്ള, അപ്പം LDF 56 മെമ്പർമാരേ ഉള്ളൂ. വോട്ട് നോക്കുവാണെങ്കിൽ 15,000 വോട്ടിന്റെ വ്യത്യാസം ഉള്ളെങ്കിലും മെമ്പർമാരെ നോക്കുമ്പോൾ പകുതിയോളേ ഉള്ളൂ LDF. NDAക്ക് 43 മെമ്പർമാരുണ്ട്. ബാക്കിയുള്ളവർ 17 സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ UDF തന്നെ ഭയങ്കര ഒരു അപ്പർ ഹാൻഡ് ഉള്ള മണ്ഡലമാണ്. UDF എന്തായാലും അത് നിലനിർത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത് ആറന്മുള മണ്ഡലത്തിലെ മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമാണ്. ഒരു ഭരണവിരുദ്ധത നല്ല രീതിയിൽ ഉണ്ട്. അബിൻ വർക്കിയാണ് UDFന്റെ. 2 ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനകത്ത് വോട്ട് സ്പ്ലിറ്റ് ആയാലും അബിൻ വർക്കിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകും. BJPക്ക് നിൽക്കുന്ന ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം ആയതുകൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് BJPയുടെ വോട്ട് ഷെയർ നല്ലപോലെ കൂടും. BJP സെക്കൻഡ് എത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. UDF ഫസ്റ്റും BJP സെക്കൻഡ്, LDF 3-ാം സ്ഥാനമാകുമെന്നാണ് ആറന്മുള ഞാൻ നോക്കുന്നത്. അപ്പൊ എന്തായാലും UDF ഒരു വോട്ട് കുറച്ച് കുറഞ്ഞാലും BJP കുമ്മനം രാജശേഖരൻ അദ്ദേഹം കുറെ വോട്ട് UDF LDF പിടിക്കും. എന്തായാലും UDF വോട്ട് കുറഞ്ഞാലും UDF അത് ആറന്മുള UDF വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ.